ഒരു കടം മേടിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ? യെസ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ പേഴ്സൺ ബോറോസ് ₹5,000 ഫോർ 2 years. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ കയ്യിൽ നിന്ന് ₹5,000 കടം മേടിച്ചു. ഓക്കെ, എത്ര വർഷത്തേക്കാ? 2 വർഷത്തേക്ക്. ഓക്കെ, അറ്റ് 4% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്നിട്ട് ഞാൻ ഇയാൾക്ക് എത്ര പെർസെൻറ്റേജ് കൊടുക്കണം? 4% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ₹5,000 കടം മേടിച്ചിട്ട് 2 വർഷത്തേക്ക് കടം മേടിച്ചു. ഓരോ വർഷവും 4% വെച്ച് അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഹി ഇമ്മീഡിയറ്റ്ലി ലെൻസ് ടു അനദർ പേഴ്സൺ. ഞാൻ ഈ കടം മേടിച്ച ₹5,000 അല്ലേ, ഇത് വേറൊരാൾക്ക് ഞാൻ കടം കൊടുത്തു. ഇവിടുന്ന് കടം മേടിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. ഇതാണ് കേസ്. അറ്റ് 6.25% പെർ ആനം. അപ്പോൾ ഇയാൾ എനിക്ക് എന്ത് തരും? ഇൻട്രസ്റ്റ് തരുമല്ലോ. ഞാൻ ഇങ്ങോട്ട് കടം കൊടുത്തതല്ലേ, അപ്പോൾ അയാൾ എനിക്ക് ഇൻട്രസ്റ്റ് തരും. എത്ര പെർസെൻറ്റേജ്? 6.25%. ഓക്കെ, ഫോർ 2 years, അതും 2 വർഷത്തേക്ക്. സോ കേസ് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ നിന്ന് ഞാനൊരു ₹5,000 കടം മേടിച്ചിട്ട് ഞാൻ ഇവിടെയുള്ള ഒരാൾക്ക് കടം കൊടുത്തു അല്ലേ. അപ്പം ഇയാൾ എനിക്ക് എന്ത് തരും? ഇൻട്രസ്റ്റ് തരും. എത്ര പെർസെൻറ്റേജ് തരും? 6.25% തരും. അതിനകത്ത് നിന്ന് 4% എടുത്ത് ഞാൻ ഇയാൾക്ക് കൊടുക്കണ്ടേ? അപ്പോഴും എനിക്ക് ലാഭമല്ലേ. എത്ര ശതമാനം എൻ്റെ ലാഭം? ഇവിടെ 4% കൊടുത്താൽ മതി. ഇയാൾ എനിക്ക് 6.25% തരും. അപ്പം എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 2.25% അല്ലേ. 6.25%-നകത്ത് നിന്ന് 4% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 2.25%. ഇതെൻ്റെ ഗെയിൻ അല്ലേ. ഒരു വർഷം എനിക്ക് 2.25% ഗെയിൻ കിട്ടൂലേ. ആരുടെ മേലെ? ₹5,000. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കടം മേടിച്ച തുക 5,000 അല്ലേ. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. ₹5,000 2.25%. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 5,000 ഇൻറ്റു 2.25%. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 112.5 അല്ലേ. 112.5 ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ.